ഏസിന്റെ താരങ്ങളൊക്കെ ഇങ്ങനെ നമ്മളോട് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നന്ദിനി ചേച്ചി നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. നന്ദിനി ചേച്ചിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒപ്പം തന്നെ ബാബു സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടു. ബാബു സാറിന്റെ ഒരു സപ്പോർട്ടൊക്കെ നന്ദിനി ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിൽ എത്താനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നന്ദിനി ചേച്ചി പറഞ്ഞു. എന്തായാലും ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നന്ദിനി ചേച്ചി, എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? ഭയങ്കര സന്തോഷത്തിലാണ് നന്ദിനി ചേച്ചി മുഴുവനായിട്ട് ഈ പൂർണ്ണചന്ദ്രനെ കുതിച്ച് നിൽക്കുന്ന പോലെയാണ് അല്ലെ? ഓക്കെ, എന്തായിരുന്നു ഈ ഒരു മൊമെന്റിൽ എന്താ പറയാനുള്ളത്? ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ 2003 TTC കഴിഞ്ഞ ഒരു ഏകദേശം 20 വർഷമായി അൺഎയ്ഡഡ് മേഖലയിൽ വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എൻ്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ ഇങ്ങനെ എല്ലാവരും PSC ഒക്കെ കിട്ടി പോകുന്നവരാണ്. അപ്പം നമ്മൾ മാത്രം ഒന്നിലേക്കും ആയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ അഖില എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. അവരാണ് എയ്സിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. മഞ്ചേരി ആയിരുന്നു ആദ്യം ഫസ്റ്റ് ഞാനിവിടെ പഠിച്ചിരുന്നത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കുറച്ച് എനിക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഈ പറഞ്ഞതുപോലെ കുറച്ച് മാർക്ക് കൊണ്ട് ഇതിൻ്റെ മുന്നത്തെ LPS നമുക്ക് മിസ്സായി. എന്തായാലും നെക്സ്റ്റ് ഇയർ അത് പറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ദൂരം കുറച്ച് ഏലംകുളം ഭാഗത്താണ് എൻ്റെ വീട്. അപ്പോൾ പെരിന്തൽമണ്ണ എയ്സ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് സന്തോഷമായി, എന്തായാലും ഡിസ്റ്റൻസ് കുറഞ്ഞല്ലോ എന്നുള്ളത്. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. പക്ഷേ പറഞ്ഞ് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി ഈ കൊറോണ എന്നുള്ള മഹാമാരി വന്നതോടുകൂടി 2 മാസം എനിക്ക് അവിടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ജനുവരിയിലാണ് ജോയിൻ ചെയ്തെങ്കിലും മാർച്ച് ആയപ്പോഴേക്കും എല്ലാം ലോക്ക്ഡൗൺ ആയി, എല്ലാം അടച്ചുപൂട്ടി. പിന്നെ വീടുകളിൽ തന്നെ ഇരുന്നിട്ട് പഠിക്കേണ്ട അവസ്ഥ. എന്നാലും ആ ഒരു പഠനം നിർത്തിയില്ല, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. എന്തായാലും ഇപ്രാവശ്യത്തെ LPSCയിലെങ്കിലും എനിക്ക് കയറിപ്പെടണം എന്നുള്ളൊരു വാശിയോടുകൂടി പഠിച്ച് എന്തായാലും ഇത്രയും ഈ ഒരു റാങ്കിൽ എത്തിച്ചേരാൻ എന്നെ സഹായിച്ച എയ്സിനോടാണ് തന്നെയാണ് എനിക്ക് കൂടുതൽ ഇത് പറയാനുള്ളത്. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡിയും നടത്തിയിരുന്നു. ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മളെ എയ്സിലുള്ള സ്റ്റുഡൻസ് തന്നെയായിരുന്നു ഗ്രൂപ്പ് സ്റ്റഡിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ എയ്സിന് തന്നിരുന്ന മൊഡ്യൂൾസൊക്കെ ഏറ്റവും നല്ലൊരു മൊഡ്യൂൾസ് ആയിരുന്നു എല്ലാതും. കാരണം PSCയിൽ വന്ന അധികം ക്വസ്റ്റ്യൻസും അതൊന്നും വന്നു തന്നെയായിരുന്നു എന്നുള്ളത് നല്ലൊരു സന്തോഷത്തോടുകൂടി ഞാൻ പറയുകയാണ്. ഈ ഒരു നേട്ടത്തിന് പിന്നിൽ ഈ പറഞ്ഞ റാങ്ക് എന്ന് പറയുന്നത് എയ്സിന് വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു. അവർക്ക് സാറിൻ്റെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ തന്നിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ പഠനം പകുതി വെച്ച് നിർത്താൻ പറ്റില്ല, കണ്ടിന്യൂവേഷൻ വേണം എന്നുള്ളതുകൊണ്ട് നമ്മളതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഒരു ചോദ്യം കൂടി മാത്രം കേട്ടോ. അതായത് 18 വർഷത്തിന് ശേഷം നമ്മളിതേ ടോപ്പറായിട്ട് നിൽക്കാണ്. ഈ ഒരു സമയത്ത് LP UP ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താണ് നന്ദിനി ചേച്ചിക്ക് പറയാനുള്ളത്? TTC കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും നല്ലൊരു കോച്ചിങ് സെന്ററിൽ, ഇതുപോലെ എയ്സ് പോലുള്ള നല്ലൊരു കോച്ചിങ് സെന്ററിൽ ശരി കുറച്ച് ദൂരേക്കുള്ള ആൾക്കാരോട് നമുക്ക് ഈ സ്ഥാപനം അവിടെ ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റില്ല. അപ്പം എൻ്റെ മോളും DLEDന് പഠിക്കുകയാണ്. അപ്പം ഞാനും അവളോട് അത് തന്നെയാണ് എപ്പോഴും പറയാറ്. നെക്സ്റ്റ് PSC എഴുതിയിട്ട് നല്ല റാങ്കിൽ എത്തിപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അവളോടും പറയുന്നുണ്ട് എയ്സ് തന്നെ ജോയിൻ ഞങ്ങൾക്ക് നല്ലൊരു മൊമെന്റ് ആയിരിക്കും. എയ്സിൽ തന്നെ പഠിച്ചിറങ്ങിയ 2 ടോപ്പേഴ്സ് അമ്മയും മകളും ഇതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി ഇന്റർവ്യൂ ചെയ്യാൻ വരണം അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ്.